പെരുന്നാളൊക്കെ അല്ലേ, നമുക്ക് നല്ലൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മൾ വേറെ എസൻസോ വേറെ ഒരു കാര്യവും ചേർക്കുന്നില്ല, എങ്കിൽ പോലും നല്ല ഫ്ലേവർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതാ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 1 കിലോ മട്ടനാണ്. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനതൊരു കുക്കറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 2 സവാള, മീഡിയം സൈസുള്ള 2 സവാളയാണ്. പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതാണ്, ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാകും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചതച്ചെടുത്തതാണ്. അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 വെളുത്തുള്ളി ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8-10ഓളം ചെറിയ ഉള്ളിയും പിന്നെ ഒരു 8 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഇത്രയും കൂടെയാണ് ചതച്ച് വെച്ചത് കേട്ടോ. അതിനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളകും പെരിഞ്ചീരകമൊക്കെ ചേർത്തിരുന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല. പിന്നെ ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ആയിട്ടുള്ള തൈര് എടുക്കാം. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അതായത് സവാളയും തക്കാളിക്കും നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടിടാം. ആ ഒരു പാകം വരെ എല്ലാം കൂടിയിട്ടൊന്ന് ഇതുപോലൊന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. അപ്പോൾ അതാ മട്ടനും ആ ഒരു മസാലയെല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് നേരെ കുക്കറൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ടൊരു 3 തൊട്ട് 4 വിസിൽ വരും. ഒരു ഇറച്ചിയിലെ ഒരു വേവ് അനുസരിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഞാൻ അവിടെ ഒരു 3 തൊട്ട് 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ പ്രഷർ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എടുത്തൊന്ന് നോക്കുന്നത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വെന്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊന്ന് ഈ പാനിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു 2 സവാളാണ് കേട്ടോ, അതൊന്ന് സ്ലൈസ് ആക്കിയതാണ്. അത് നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ. ഒന്ന് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞൊന്ന് വരുന്ന പാകം വരെ ഒന്ന് വഴിച്ചാൽ ഈ ഒരു പാകം എത്തണം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി നമ്മൾ നേരെ ചതച്ച് വെച്ചില്ലേ, അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റൈസിന് വേണ്ടിയിട്ട്. ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വരണം. അതും ഏകദേശം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നിട്ട് എത്രയും വെള്ളം വന്നിട്ടുണ്ട്. മട്ടൻ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ, അധികം മുറ്റില്ലാത്ത ഇറച്ചിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം മട്ടൻ ഒന്ന് റെഡി ആയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് ആ ഒരു മട്ടൻ മസാലയിലോട്ട് നമുക്കിനി ബാക്കി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. എപ്പോഴും ഈ ഒരു കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുമ്പം അതിന് പ്രത്യേകതരൊരു ഫ്ലേവറും കളറും നല്ലതായിരിക്കും. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇത്രയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കൊന്ന് അടച്ചൊന്ന് ഒരു ഫ്ലെയിം ഒന്ന് മീഡിയത്തിലൊട്ടൊന്ന് ആക്കിയിട്ടേ ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി റൈസ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ആ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള അല്ലെങ്കിൽ 1/2 പകുതി സവാള ഒന്ന് സ്ലൈസ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ചതച്ച് വെച്ചതാണ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക ഒരു 3-4 എണ്ണം, ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം. പിന്നെ പട്ട, നമ്മളെപ്പോഴും ഈ ഒരു റൈസിനൊക്കെ കറക്റ്റ് ഫ്ലേവർ കൊടുക്കുന്നത് ശ്രീലങ്കൻ പട്ടയാണ് കേട്ടോ. അപ്പം അതൊന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് കൂടുതൽ ഫ്ലേവറായിട്ട് നിൽക്കുന്നത് ബിരിയാണിക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് എപ്പോഴും സാജീരകം ചേർക്കുമ്പം അതും ഒരു നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് റൈസിലേക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ അതാ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള കൈമ റൈസാണ് കേട്ടോ. ഞാൻ അങ്ങനെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല. ഒരു 4-5 തവണ നന്നായിട്ട് ആ ഒരു വെള്ള കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ പോകുന്നൊരു നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടൊന്ന് സ്ട്രെയിനിലോട്ടൊന്ന് മാറ്റി വെച്ചതാണ്. ഏകദേശം ഇതൊരു 3 കപ്പ് റൈസ് ഉണ്ട് കേട്ടോ. 250 ml കപ്പിൻ്റെ അളവിന് 3 കപ്പ് റൈസ് ഉണ്ട്. അതായത് നമ്മൾ 1 കിലോ അരിയിൽ നിന്ന് ഒരു 1/2 കപ്പ് അരി മാറ്റി വെച്ചാലുള്ള തൂക്കമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് 1 കിലോ മട്ടന് 3 കപ്പ് അരി എന്നൊരളവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എപ്പോഴും അത് കറക്റ്റ് ആയിരിക്കും. ആ ഒരു മസാലയും റൈസൊക്കെ നമ്മൾ ദമ്മിട്ട് വരുമ്പം കറക്റ്റ് ആയിരിക്കും. അപ്പം ഇതെല്ലാം റൈസ് ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് റൈസിന് 6 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നീളത്തിലൊന്ന് മുറിച്ചിട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളരിക്ക് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ അതാ റൈസ് പാകമായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു നല്ല അടികെട്ടുള്ള ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ത്യാലയത്തിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെ മസാല ചേർത്തെടുക്കാം. നമ്മളിതിൽ വേറെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ യാതൊരു സംഭവം ചേർക്കുന്നില്ല. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബിരിയാണിക്ക് എപ്പോഴും ഒരു മൈൽഡ് ഒരു ടേസ്റ്റാണ് നല്ലത്. എപ്പോഴും ഒരുപാട് മസാലകൾ വാരിയിടുന്നതിനേക്കാളും കുറച്ച് മസാല ചെയ്യുമ്പോഴാണ് ആ ബിരിയാണിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതായത് ആ ഒരു മീറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മസാലക്കൂട്ടിലോട്ട്. ഇനി നമുക്കിതാ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതിൻ്റെ മുകളിലോട്ടങ്ങ് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാൻ കൂടിപ്പോൾ ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ ഒരു മട്ടനൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക, ഒന്ന് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കുക, പിന്നെ റൈസ് തയ്യാറാക്കുക, ഇതുപോലെ ദമ്മിട്ടെടുക്കുക. സിമ്പിൾ പരിപാടിയാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും ബിരിയാണി തയ്യാറാക്കുമ്പോഴേ ഈ ഒരു റൈസിൽ നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ, ആ ഒരു ഉപ്പിൻ്റെ അളവ് ഒരല്പം ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ റൈസ് ഒന്ന് കറക്റ്റായിട്ട് പാകമായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് കറക്റ്റായിരിക്കും. ഇല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് ലേശം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറയും തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം ഉപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലുണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്നിങ്ങനെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതാ കുറച്ച് കാഷ്യൂസും റൈസിൻസൊക്കെ ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയിലേക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാം കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ഇതിൻ്റെയൊക്കെ സ്മെല്ല് അത്യാവശ്യം ഇഷ്ടമാണ് ബിരിയാണിക്ക്. അതുപോലെ തന്നെ രമ്പയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക്. ബിരിയാണിയുടേതായ നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഉള്ളി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി പൊരിച്ച ഉള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബിരിയാണിക്ക് ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ അവർ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കാം. ഞാൻ ഒരു മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചൂടിലിരുന്നൊന്ന് ദമ്മായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും നമ്മൾ മസാലയ്ക്കും റൈസിനും ഒരുപോലെ നല്ല ചൂട് വേണം, എങ്കിലേ നമ്മൾ ദമ്മിട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ബിരിയാണി നമ്മൾ വെച്ച് ഒന്ന് ദമ്മൊക്കെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ പിന്നെ അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഇരുന്ന് സെറ്റായി കിട്ടും ബിരിയാണി. ജസ്റ്റ് ഞാൻ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കുന്നുണ്ട്. നല്ല മണമാണ്, നല്ല രുചിയായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. നമ്മൾ പൈനാപ്പിൾ എസൻസ് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ബിരിയാണിക്ക്. അല്ലാതെ തന്നെ നല്ല ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന അരിയുടെ ക്വാളിറ്റി ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ സ്പൈസസിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ ഒന്ന് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല ബിരിയാണി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്തായിരുന്നാലും പെരുന്നാൾക്കല്ലേ, ആരെങ്കിലും മട്ടൻ ബിരിയാണി വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോയ്ക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യും.